കൊച്ചിയിലെ കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് വനിതാ ഗ്രാമപഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും തലപ്പത്തിരിക്കുന്നത് സ്ത്രീകളാണ്. പഞ്ചായത്ത് ഭരണം കൈകളിൽ ഭദ്രമെന്ന് പറയുകയാണ് ഒരു കൂട്ടം പെൺപുലികൾ. ഒരു പഞ്ചായത്ത് മുഴുവൻ സ്ത്രീകൾ ഭരിച്ചാൽ എങ്ങനെയിരിക്കും? കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പം ഉള്ളത്. ഈ ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്നത് ഇവിടെ സ്ത്രീകളാണെന്നതാണ് വനിതാ ദിനത്തിലെ പ്രത്യേക കാഴ്ച. ഭരണസമിതിയിലെ 19 അംഗങ്ങളിൽ 10 പേരും സ്ത്രീകൾ. വില്ലേജ് ഓഫീസ്, കൃഷി ഓഫീസ്, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾ, സർക്കാർ സ്കൂളുകൾ, മൃഗാശുപത്രി, അങ്ങനെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നതും സ്ത്രീകൾ. ഇത് കീഴ്മാട് പഞ്ചായത്തല്ല, ഇത് വനിതാ പഞ്ചായത്ത്. രാജി, സ്ഥലം മാറ്റം തുടങ്ങി അപ്രതീക്ഷിതമായി സംഭവിച്ച പല കാര്യങ്ങളും സ്ത്രീകളെ ഭരണത്തിലേക്ക് എത്തിച്ചു. കീഴ്മാട് പഞ്ചായത്ത് 19 വാർഡ് ഉള്ള ഒരു പഞ്ചായത്താണ്. അതിൽ 10 പേരും വനിതകളാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വനിത, വൈസ് പ്രസിഡന്റ് വനിത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിത. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായി ഞങ്ങൾ തീരുമാനമെടുത്ത് വളരെ സ്പീഡായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ വരുന്നില്ല. നല്ലൊരു പ്രവർത്തനം കുടുംബശ്രീ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ വരാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വരുന്നതോടുകൂടി അവരുടെ കഴിവ് ഒന്ന് എന്താ പറഞ്ഞാൽ കൂട്ടിലടച്ചിട്ട പോലെ ആയി പോകുന്നുണ്ട്. പക്ഷേ ഈ ഓക്സിലറി ഗ്രൂപ്പ് വന്നതോടുകൂടി അവർക്ക് ഒത്തിരി കൂടിയും അവരുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ ഒത്തിരി അവരുടെ ജോലി സാധ്യത കണ്ടെത്തി അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനും ഒക്കെ നല്ല ഒരു സാധ്യതയാണ് ഓക്സിലറി ഗ്രൂപ്പും അത് വന്നതോടെ. അതും CDS, ADS അങ്ങനെയൊക്കെ തരം തിരിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ കുടുംബശ്രീ നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. ഒരു നാട് മുഴുവൻ്റെയും പിന്തുണ ഇവർക്കുണ്ട്. ഏറ്റവും അധികം പിന്തുണ ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം തുടങ്ങി എണ്ണിപ്പറയുവാൻ ഒട്ടേറെ നേട്ടങ്ങളുമായി മുന്നേറുകയാണ് കീഴ്മാട് പഞ്ചായത്ത്. സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള പഞ്ചായത്താണെങ്കിലും ഞങ്ങൾ അതിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിക്കും അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങളിലും എല്ലാം ഇടപെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങുന്നതിനും അതിന് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾ സ്ത്രീ സൗഹൃദ വില്ലേജായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വാക്കുകൾ എന്നതിലുപരി പ്രവൃത്തിയിലൂടെ പെൺകരുത്ത് എന്തെന്ന് കാണിച്ചു തരികയാണ് കീഴ്മാടിലെ പെൺപുലികൾ. വളയിട്ട കൈകൾ എന്നൊക്കെ പറഞ്ഞാൽ അല്പം ഔട്ട് ഓഫ് ഫാഷനാണ്. കരുത്തരായ ഒരു കൂട്ടം വനിതകളുടെ കയ്യിൽ ഈ പഞ്ചായത്ത് മുഴുവൻ ഭദ്രമാണെന്ന് അവർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.